ഹലോ, അപ്പോൾ നമ്മൾ ഏകദേശം 2:45 തിരുനാവായ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. അവിടെ നിന്ന് നമ്മൾ പാപ്പിനിക്കാവ് വണ്ടി വെച്ച് നടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നടക്കുന്ന വഴിക്ക് നമുക്ക് യജ്ഞശാലകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു യജ്ഞശാലയുണ്ട്, അവിടെ പോയി തൊഴുത് കാണിക്കയിട്ടിട്ട് നേരെ പുഴയിലേക്ക് പോയി സ്നാനം ചെയ്യുകയാണ്. പുഴയിൽ സ്നാനം ചെയ്തിട്ടാണ് ആരതിക്ക് എല്ലാവരും ഇരിക്കുക. ഈ കാണുന്നത് യജ്ഞശാലയാണ്. ഇവിടെ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടാണ് നേരെ പുഴയുടെ അടുത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് ആരതിക്കായിട്ട് സ്നാനം ചെയ്തിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് പുണ്യ നദികൾ, ഒരു 7 നദികളുടെ സംഗമമാണ് ഇപ്പോൾ ഈ മാഘമാസത്തിൽ നടക്കുന്നത് ഇവിടെ. അപ്പോൾ എല്ലാ ദേവന്മാരും ഭൂമിയിലുള്ള സമയമാണ് ഈ മാഘമാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സ്നാനം ചെയ്തിട്ട് വന്നിട്ട് ആരതി കാണും. ഏകദേശം 271 വർഷം മുമ്പാണ് ഇവിടെ ഈ കുംഭമേള നടന്നിട്ടുള്ളത്. അതിന് ശേഷം ഇപ്പോഴാണ് നടക്കുന്നത്. എല്ലാ ആൾക്കാരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്ര ഒരു വലിയ കാര്യം ഇവിടെ നടന്നിട്ടുള്ളത്. ഒരുപാട് ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴയിലേക്ക് സ്നാനം ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാർ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇവിടെ ഇരുന്നു. ശരിക്കും അപ്പുറത്തെ സൈഡിലാണ് ഇവർ ഇതിനുള്ള സ്നാനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പാപങ്ങളും തീർന്ന് നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം വരും എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതാ കുട കാണുന്ന സ്ഥലത്താണ് ഈ ആരതി നടക്കുന്നത്. അവിടെ ആരതിക്ക് മുമ്പ് യോഗ, കളരി, തിരുവാതിര അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ, അതും പിന്നെ ഇടയ്ക്കാപ്പാട്ട് അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ 6 മണി 6:30 കൂടിയിട്ടാണ് ആരതി തുടങ്ങുന്നത്. അപ്പോൾ ആരതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവിടെ വല്ലാത്ത തിരക്കായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ, പുഴയുടെ അപ്പുറത്താണ് നവാമുകുന്ദ ക്ഷേത്രം. ആ സൈഡിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തു.